നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആൻജീനയാണ്, അതായത് ചെസ്റ്റ് പെയിൻ. അതായത് എല്ലാവർക്കും ഉണ്ടാകുന്ന ചങ്കിന് വേദന. അതായത് മയോകാർഡിയത്തിലേക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജൻ ചെല്ലുന്നില്ല. അതിനെയാണ് മയോകാർഡിയൽ ഇസ്നീമിയ എന്ന് പറയുന്നത്. ഓക്സിജന്റെ ഡിമാൻഡും ഓക്സിജന്റെ സപ്ലൈയും തമ്മിലുള്ള ഇംബാലൻസ് മൂലം ഉണ്ടാകുന്നതാണ് അജീന. ഒന്നില്ലെങ്കിൽ സപ്ലൈ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഓക്സിജന്റെ ഡിമാൻഡ് കുറവായിരിക്കും. എങ്ങനെയാണെങ്കിലും ഓക്സിജന്റെ ഇംബാലൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി കോസസ് നോക്കുകയാണെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നില്ല. അതുമൂലം ഉണ്ടാകുന്ന അജീനയുണ്ട്, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി സ്പാസം മൂലമുണ്ടാകുന്ന ആൻജീനയുണ്ട്. ഓക്സിജൻ കൺസംഷൻ കൂടുതൽ കേസസിൽ ആൻജീന ഉണ്ടാകാറുണ്ട്. ആൻജീന സെവറൽ ടൈപ്സും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്തെന്ന് വെച്ചാൽ സ്റ്റേബിൾ അജീനയാണ്. സ്റ്റേബിൾ അജീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സ്കേർഷൻ അജീന എന്നും പറയാറുണ്ട്. അതായത് റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ആ വേദന പോകും. എന്തെങ്കിലും എക്സ്ട്രീം ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇമോഷണൽ ട്രൈബ്സ് അങ്ങനെ ഉണ്ടാകുന്നതാണ് സ്റ്റേബിൾ അജീന. ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ ഈ അജീന മാറും. രണ്ടാമത്തേതാണ് അൺസ്റ്റേബിൾ അജീന. അൺസ്റ്റേബിൾ അജീന ഒരിക്കലും നൈട്രോഗ്ലിസറിൻ എടുത്താലോ റെസ്റ്റ് എടുത്താലോ നമുക്ക് പെയിൻ റിലീഫ് ആകില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ഡിഗ്രി ഓഫ് എക്സേർഷൻ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ളപ്പോൾ ഈ അജീന ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. സിവിയറിറ്റി ടൈമിൽ കൂടുന്നതായി കാണുന്നുണ്ട്. സ്റ്റേബിൾ അജീന ആൻഡ് അൺസ്റ്റേബിൾ അജീന തമ്മിലുള്ള വ്യത്യാസം, സ്റ്റേബിൾ അജീന ബെഡ് റെസ്റ്റ് ഓർ മെഡിസിൻ എടുത്താൽ പെയിൻ അങ്ങ് പോകും. പക്ഷെ അൺസ്റ്റേബിൾ അജീന പെർസിസ്റ്റൻ്റ് ആയി കാണും. എൻ്റെ മൂന്നാമത്തേതാണ് വേരിയൻറ്റ് അജീന. വേരിയൻറ്റ് അജീന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് മെറ്റൽ അജീന ഓർ വാസോസ്പാറ്റിക് അജീന. ഇറ്റ്സ് ഡ്യൂ ടു കൊറോണറി സ്പാസം ഇൻ കൊറോണറി ആർട്ടറി. അതായത് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ട് ചെല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അജീനയാണ്. ഇത് സ്ഥിരീകരിച്ചിരിക്കുന്ന സമയത്ത് പോലും ചെസ്റ്റ് പെയിൻ ഉണ്ടാകാറുള്ള സാധ്യത കൂടുതലാണ്. ഇനി നാലാമത്തതാണ് ഇൻട്രാക്റ്റബിൾ അജീന. അതായത് ക്രോണിക് ആയിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നതിനെയാണ് ഈ അജീന എന്ന് പറയുന്നത്. ഇന്റർവെൻഷൻ എടുത്താൽ അതിനോട് അൺറെസ്പോൺസിബിൾ ആയിരിക്കും. ഇനി അഞ്ചാമത്തതാണ് പ്രീ ഇൻഫ്രാക്ഷൻ അജീന. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് കൊറോണറി ആർട്ടറി ഇൻസഫിഷ്യൻസി. ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, ഓക്സിജന്റെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ 15 മിനിറ്റ്സ് വരെയും പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകുന്നത് മുമ്പ് ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ. ഇത്രയുമാണ് ടൈപ്പ് ഓഫ് അജീന. ഇനി അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ പെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസസ്മെന്റ്. പെയിൻ സ്ലോലി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതാകാം. പെയിൻ ആർ സ്ലോലി ഓർ ക്വിക്ക്ലി. ഇനി നോക്കുകയാണെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വരെ പെയിൻ ഉണ്ടാകാം. പെയിനിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റൻഷ്യൽ ഏരിയാസിലാണ് പെയിൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഷോൾഡേഴ്സിൽ, ആംസിൽ, നെക്കിൽ എവിടെ വേണമെങ്കിലും പെയിൻ ഉണ്ടാകാം. ലെസ് ദാൻ 5 months to 15 to 20 months വരെ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നൈട്രോഗ്ലിസറിൻ എടുത്തു കഴിഞ്ഞാൽ പെയിൻ റിലീഫ് ആകും. റിലീഫ് ആകാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് അസസ്മെൻ്റ് ആണ് ഡിസ്നിയ, സ്വെറ്റിംഗ്, പാൽപിറ്റേഷൻ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, ഹൈപ്പർ ടെൻഷൻ, ഇത്രയൊക്കെയും കാണുന്നുണ്ട്. ഇനിയും ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയിൽ നോക്കുകയാണെങ്കിൽ ECG, സ്ട്രെസ് ടെസ്റ്റ്, പിന്നെ കാർഡിയാക് സൈൻസ്, ട്രോഫീലിയം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലെവല് അസസ് ചെയ്യാറുണ്ട്. കാർഡിയാക് കാത്തറ്ററൈസേഷൻ ചെയ്യാറുണ്ട്. ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഡയഗ്നോസിസ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ കാർഡിയാക് കാത്തറ്ററൈസേഷൻ തന്നെ യൂസ് ചെയ്യണം. ബിക്കോസ് ആർട്ടറീസിൻ്റെ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് സ്റ്റഡി കാർഡിയാക് കാത്തറ്ററൈസേഷൻ തന്നെയാണ്. ഇത്രയുമാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയിൽ വരുന്നത്. ഇനിയും ഇൻ്റർവെൻഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെയിൻ നമ്മൾ അസസ് ചെയ്യണം. പെയിൻ റിലീഫ് മെഷേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നൈട്രോഗ്ലിസറിൻസ്, കാർഡിയാക് മോണിറ്ററൈസിങ് ഒക്കെ തന്നെയും ഇനീഷ്യൽ സ്റ്റേജസിൽ കൊടുത്തിരിക്കണം. ബെഡ് റെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യണം. പേഷ്യൻസിൻ്റെ ബെഡ് റെസ്റ്റ് ഇൻസ്ട്രക്ട് ചെയ്യണം.
ECG എടുക്കണം, IV സൈറ്റ് ആക്സസ് ഉണ്ടായിരിക്കണം. പേഷ്യൻസിനെ സ്റ്റേബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കെയർ പേഷ്യൻ്റ് മോണിറ്ററൈസിങ് ആൻഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആണ്. പിന്നെ അജീന എന്തുകൊണ്ടാണ് പ്രിസ്ക്രിപ്റ്റഡ് ആയത് എന്നതിൻ്റെ ഹിസ്റ്ററി എടുക്കണം. പിന്നെ ചിലപ്പോൾ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആകാം, അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടേഴ്സ് ആകാം. പിന്നെ പേഷ്യൻസിൻ്റെ ഡയറ്ററി മാനേജ്മെൻറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച് അവെയർനെസ് കൊടുക്കുക. പിന്നെ പെയിൻ എടുക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വിത്ത് ഹോൾഡ് ചെയ്യുക. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ റിപ്പോർട്ട് ചെയ്ത് കമ്മ്യൂണിറ്റി റിസോഴ്സായി പേഷ്യൻസിനെ ലിങ്ക് ചെയ്യുക. ഇത്രയുമാണ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ.